വീണ്ടും ഡൽഹിയിലേക്കാണ്. അവിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമരം തുടരുകയാണ്. പെല്ലറ്റ് ഗണാക്രമണത്തിനിരയായ വിദ്യാർത്ഥിയുടെ പരാതി സ്വീകരിക്കാത്ത ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെയാണ് നിലവിൽ രാഹുൽ ഗാന്ധി ഒരു മിന്നൽ സമരം നടത്തുന്നത്. ആ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയും അവരുടെ കുടുംബവും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. ഈ രാഹുൽ ഗാന്ധി സമരം ഇരിക്കുന്നിടത്തേക്ക് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ കൂടി അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, സമരം കടുക്കുകയാണ് അപ്പോൾ. ശ്യാമലി, തീർച്ചയായും സമരം ശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. രാഹുൽ ഗാന്ധി ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ആദ്യം തന്നെ സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ സമയത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ CJP പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനൊപ്പം വിദ്യാർത്ഥിയുടെ മാതാവ് തുടങ്ങിയവർ ആദ്യം തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇങ്ങോട്ട് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ജയറാം രമേശ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം കൂടുതൽ പ്രവർത്തകർ എത്താനുള്ള ഒരു സാധ്യത മുൻനിർത്തി ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കരുതൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്തുന്ന വഴികളിൽ ഇപ്പോൾ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഏതായാലും ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനിടെയാണ് വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റത്. അന്ന് അതിന് പിന്നാലെ ഈ വിദ്യാർത്ഥി ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പരാതി സ്വീകരിക്കാനോ നടപടികൾ എടുക്കാനോ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നൽകാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഈ സാഹിലിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അടക്കമുള്ള ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടാകുകയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ആദ്യം മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത്. അവിടെ നിന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കും പിന്നീട് പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും രാഹുൽ ഗാന്ധി എത്തുകയായിരുന്നു. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങില്ല എന്നുള്ള ഒരു കടുത്ത നിലപാട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എത്താനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തി പോലീസും കരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയറാം രമേശ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായും വിദ്യാർത്ഥിയുടെ മാതാവുമായും സംസാരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാർലമെന്റിലടക്കം ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം നിരന്തരം സഭ തടസ്സപ്പെടുത്തുകയും അമിത്ഷാ പാർലമെന്റിലെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മറുപടി നൽകാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തും അടക്കമുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തെരുവിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.